ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കെല്ലാം സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ട് റംബൂട്ടാൻ അച്ചാർ റെഡിയാക്കിയാലോ? അതിനായിട്ട് എന്നോട് കുറച്ച് റംബൂട്ടാൻ തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. തവ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് ചുമന്ന് വരുമ്പോൾ കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, ചോട്ടി പിടിക്കാതെ. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കായം ചേർക്കാം. ഞാനിവിടെ കായം വെള്ളത്തിൽ ചാലിച്ചാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് തിളപ്പിച്ചാറിയ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് വെന്ത് പോരുത്. എന്നാൽ നല്ലൊരു കൊഴുത്ത പരുവാകാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് വെക്കണം. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.